എമ്പുരാൻ ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ 24 വെട്ടുകൾ. ചിത്രത്തിന്റെ 17 ഇടത്തു നിന്ന് 24 ഭാഗങ്ങളാണ് വെട്ടിമാറ്റുന്നത്. ഇനി പുതിയ മുഖഛായയുമായി എമ്പുരാൻ തിയേറ്ററുകളിൽ ഇറങ്ങും. മോഹൻലാൽ നായകനായ എമ്പുരാൻ ചിത്രത്തിന്റെ പുതിയ പതിപ്പിൽ 24 ഇടങ്ങളാണ് വെട്ടിമാറ്റുന്നത്. ചിത്രത്തിൽ ബൽരാജ് ബജ്രംഗി എന്ന പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽദേവ് എന്നാക്കി. നന്ദിക്കാർഡിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കി. സിനിമയിൽ NIA-യെക്കുറിച്ചുള്ള പരാമർശം മ്യൂട്ട് ചെയ്യുകയും കാറിലെ ബോർഡ് ഒഴിവാക്കുകയും ചെയ്തു. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം കടന്നുപോകുന്ന സീനുകൾ ഒഴിവാക്കി. നടൻ പൃഥ്വിരാജും അച്ഛൻ കഥാപാത്രവുമായുള്ള സംഭാഷണവും ഒഴിവാക്കും. കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകളും മൃതദേഹത്തിന്റെ ദൃശ്യങ്ങളും ഒഴിവാക്കും. വ്യാപകമായി പ്രതിഷേധമുയർന്നതിനു പിന്നാലെയാണ് ചിത്രം റീഎഡിറ്റിംഗിന് വിധേയമാകുന്നത്. വിവാദങ്ങൾ ഒഴിവാക്കിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞാലെത്തും. എഡിറ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ സിനിമയുടെ ദൈർഘ്യം എത്ര മണിക്കൂറാണോ അത്രയും സമയം തന്നെ അത് ഡൗൺലോഡ് ചെയ്യാനും വേണ്ടിവരും. അതിവേഗ ഇന്റർനെറ്റ് സൗകര്യമുള്ള തിയേറ്ററുകളിൽ 4-5 മണിക്കൂർ കൊണ്ട് അപ്ലോഡിംഗ് പൂർത്തിയായി ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.